ദൈവപിതാവിന് നന്ദി. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്നെന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹം നൽകിയതിന്. എൻ്റെ പേര് ജോയി. തൃശ്ശൂർ രൂപതയിൽ ചെങ്ങാലൂർ ഇടവകയിൽ നിന്നും വരുന്നു. എനിക്ക് ആദ്യമായി കിട്ടിയ അനുഭവം ഞാൻ ഉടമ്പടിയിൽ വയ്ക്കാത്ത ഒരു നിയോഗമായിരുന്നു. എനിക്ക് ചെറുപ്പം തൊട്ടേ ഒരു 40 വർഷത്തോളമായി ഉണ്ടാവും ശരീരം മുഴുവൻ ചൊറിഞ്ഞ് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും കുളി കഴിയുമ്പോൾ ആണത് സംഭവിക്കാറുള്ളത്. ചൊറിയുമ്പോഴും ദേഹത്ത് വന്നിരിക്കുന്നത് പോലുള്ള അനുഭവമാണ് എനിക്ക് ഉണ്ടാവാറുള്ളത്. അത് ഏകദേശം ഒരു 40 വർഷത്തോളം ഉണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം, ഉടമ്പടി 2022 മെയ് 31 ഞാൻ ഉടമ്പടി എടുത്തത്. എങ്കിലും ഉടമ്പടിയിൽ ഞാൻ അത്ര സജീവമായിരുന്നില്ല, അത്ര ആക്റ്റീവായിരുന്നില്ല. ഇപ്പോൾ എൻ്റെ ഒരു 12ാമത്തെ പുതുക്കൽ കഴിഞ്ഞു. ഞാനൊരു 7 പുതുക്കൽ കഴിഞ്ഞപ്പോഴാണ് ഉടമ്പടി ക്ലാസ് ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഉടമ്പടി പുതുക്കുന്ന ക്ലാസ്, അതിൽ ജോസഫച്ചൻ പറഞ്ഞ ചില വാക്കുകൾ എനിക്ക് ശരിക്കും സ്ട്രൈക്ക് ചെയ്തു. മെറിറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പട്ടിക്കാട്ടത്തിൻ്റെ വില പോലും ദൈവം കൽപ്പിക്കില്ല എന്നുള്ള ഒരു അർത്ഥവത്തായ വചനം തന്നെയായിരുന്നു ആ വാക്കുകൾ. അതിനുശേഷം എനിക്ക് തോന്നാറുണ്ട്, ഞാൻ പത്രം വാങ്ങിക്കാനായിട്ട് എല്ലാ മാസവും ഇവിടെ വരുമായിരുന്നു. അപ്പോൾ ഉടമ്പടി ക്ലാസ്സിൽ പോയിരിക്കണമെന്ന് തോന്നാറുണ്ട്. പക്ഷേ അവിടെ ലോക്ക് ചെയ്തിട്ടത് കാരണം അവിടെ കയറാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ ഈ ഒരു 6ാമത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷം ഒരു ദിവസം കുളി കഴിഞ്ഞ് കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പോഴാണ് ഭാര്യ എന്നോട് ചോദിക്കണേ, ഇപ്പം എന്താ നിങ്ങൾ ചൊറിയില്ലേന്ന്. സാധാരണ കുളി കഴിഞ്ഞ് വരുമ്പോൾ ഒരു 15-20 മിനിറ്റ് ഞാൻ എൻ്റെ റൂമിൽ പോയിരുന്ന് ശരീരം ചൊറിയാറാണ് പതിവ്. അപ്പോഴാണ് ഭാര്യ അത് ചോദിച്ചപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തേ, ഓ എനിക്കിപ്പോൾ ചൊറിച്ചിലില്ലല്ലോ. ഒരു പുഷ്പം എടുത്ത് മാറ്റുന്ന പോലെയാണ് മാതാവ് ആ ഒരു അനുഭവം എനിക്ക് തന്നത്. അതിന് ഞാൻ 1000 നന്ദി മാതാവിന് പറയുന്നു. 2 സാക്ഷ്യം പറയാനാണ് എനിക്ക് അനുവാദം ലഭിച്ചിരിക്കുന്നത്. പിന്നീടുള്ള എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ തറവാട്ട് വീടിൻ്റെ കടബാധ്യതയാണ്. 50 ലക്ഷത്തോളം കടമുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് കുറച്ച് പേഴ്സണൽ, ഞങ്ങൾ 5 മക്കളാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് കടബാധ്യതകളുണ്ടായിരുന്നതുകൊണ്ട് പെങ്ങളുടെ മകൻ ആ തറവാട് എടുക്കുകയും അവൻ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് ഞങ്ങൾക്കൊക്കെ കുറേശ്ശെ പൈസ തരികയും ചെയ്തിരുന്നു. അത് അടയ്ക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് അതങ്ങനെ കൂടി 50 ലക്ഷത്തോളമായി. അപ്പോൾ ബാങ്കിൽ നിന്നും ജപ്തി ഭീഷണിയൊക്കെ വന്നു തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ആ സ്ഥലം വിൽക്കാനായിട്ട് തീരുമാനിക്കുകയും, പക്ഷേ ആ സമയത്ത് അളന്നു നോക്കിയപ്പോൾ ഞങ്ങളുടെ ഭൂമി കുറവുള്ളതായി കണ്ട് ഞങ്ങൾ അടുത്തുള്ള സ്ഥലങ്ങൾ അളക്കാനായിട്ടൊരു പെറ്റീഷൻ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി കേസുള്ള സ്ഥലമാണെന്ന് പ്രചരിക്കുകയും സ്ഥലം വിൽപ്പന നടക്കാൻ സാധിക്കാതെ വരികയും നിസ്സാര വിലയ്ക്ക് അത് കച്ചവടക്കാർ ചോദിക്കാനും തുടങ്ങി. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ച എൻ്റെ 2ാമത്തെ നിയോഗമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഗൾഫിലുണ്ട്, അവനോട് പറഞ്ഞു, ഇങ്ങനെ സ്ഥലം നിനക്ക് എടുക്കാൻ പറ്റുമോ? അപ്പോൾ അവൻ്റെ സഹോദരനോട് പറഞ്ഞു. അപ്പോൾ ആ സഹോദരൻ സമ്മതിക്കുകയും, പക്ഷെ അത് തുടർന്ന് നടക്കാൻ സാധിച്ചില്ല. അതിൻ്റെ ഫലമായി ബാങ്കിൽ നിന്നും ജപ്തി ഭീഷണി വീണ്ടും വന്നു. അപ്പോൾ ഞാൻ ഈ സുഹൃത്തിനെ സമീപിച്ചു. അവൻ എനിക്ക് 10 ലക്ഷം രൂപ വായ്പ തന്നു ബാങ്കിലെ ജപ്തി ഭീഷണി ഒഴിവാക്കാനായിട്ട്. അങ്ങനെ അത് ജപ്തി ഭീഷണി ഒഴിവായെങ്കിലും വീണ്ടും 1 വർഷത്തോളം ഒന്നും അടയ്ക്കാൻ സാധിക്കാത്തതുകൊണ്ട് വീണ്ടും 1 വർഷം കഴിഞ്ഞപ്പോൾ ജപ്തി ഭീഷണി വന്നു. സ്ഥലം വിൽപ്പനയ്ക്ക് ശ്രമിച്ചു, നടന്നില്ല. ഇപ്പം എൻ്റെ ഒരു 8ാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വിലയ്ക്ക് ഒരു പാർട്ടി വന്ന് സ്ഥലം ചോദിച്ചു. ഒരു പാർട്ടിയല്ല, 3 പാർട്ടി ഒരുമിച്ച് വന്നു. 3 പാർട്ടികൾ ഒരുമിച്ച് വന്ന് സ്ഥലം വിൽപ്പനയ്ക്ക് തയ്യാറാണെന്ന് ഞങ്ങൾ അറിയിച്ചു. അതിലൊരു പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ അഡ്വാൻസ് വാങ്ങിക്കുകയും സ്ഥലം കരാർ എഴുതുകയും ചെയ്തു. അതിനുശേഷം ഈ കേസിൻ്റെ കാര്യത്തിൽ തീരുമാനമാകാതെ സ്ഥലം വിൽപ്പന നടത്താൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും കോടതിയെ സമീപിച്ചു. മാതാവിൻ്റെ ഇടപെടലാണ്. ഈ എതിർ പാർട്ടി കോംപ്രമൈസിന് വന്നു. ഞങ്ങളങ്ങനെ കോടതിയിൽ വെച്ച് കോംപ്രമൈസായി ഞങ്ങളുടെ സ്ഥലം അങ്ങനെ വീണ്ടും അളന്ന് തിട്ടപ്പെടുത്തി വിൽപ്പന നടത്താനായിട്ട് സാധിക്കുന്നൊരവസ്ഥ വന്നു. വിൽപ്പന നടന്നിട്ടില്ല. അത്
ഒരു 6 മാസത്തെ കരാർ എഴുതിയിരിക്കുകയാണ്. പക്ഷേ ഇത്രയും കാര്യം പോലും നടക്കും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കില്ലായിരുന്നു. സ്ഥലം ജപ്തിയായി പോകും എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. മാതാവിൻ്റെ ശരിയായ ഇടപെടലാണ് അവിടെ നടന്നതെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ 2 അനുഭവങ്ങളാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഞാൻ ഇനിയും ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരുണ്യ പ്രവൃത്തികളെന്ന് പറയാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു മാനസിക രോഗ ആശ്രമത്തിൽ ഞാൻ ഫ്ലോർ ക്ലീനിങ്ങിനും അതുപോലെ രോഗികളെ കുളിപ്പിക്കുന്നതിന് സഹായിക്കാനായിട്ടും പോകാറുണ്ടായിരുന്നു. ഇവിടെ ഉടമ്പടി പത്രം എല്ലാ മാസവും ഞാൻ വന്ന് വാങ്ങിക്കാറുണ്ട്. അത് ഓട്ടോ സ്റ്റാൻഡുകളിലും കടകളിലും ടൗണിലെ കടകളിലും മാറി മാറി കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ ഈ ടൗണിൽ കാണുന്ന അവശരായ വൃദ്ധർ, വീട്ടിൽ നിന്ന് പുറത്താക്കിയവരും വീട്ടിൽ നിന്ന് സ്വയം ഇറങ്ങിപ്പോകുന്നവരുമൊക്കെയുള്ള വൃദ്ധരെ വൈകുന്നേരം സമയങ്ങളിൽ ഞങ്ങളുടെ തൃശ്ശൂർ റൗണ്ടിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ ഇരിക്കാറുണ്ട്. അവിടെയൊക്കെ ഞാൻ അവരെ മിക്ക സമയത്തൊക്കെ സന്ദർശിച്ച് അവർക്ക് പൈസയായിട്ടോ അല്ലെങ്കിൽ ഭക്ഷണമായിട്ടോ വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ ദീപബലിയിൽ സംബന്ധിക്കും. അതുപോലെ 15 ദിവസം കൂടുമ്പോൾ കുമ്പസാരിക്കും. അതൊക്കെ ഈ അടുത്ത കാലത്താണ് ഞാൻ കൂടുതൽ സജീവമായത്. ഇത്രയൊക്കെയാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. വീണ്ടും അൾത്താരയിൽ വരാനുള്ള അനുഗ്രഹം ദൈവമാതാവ് എനിക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 1000 നന്ദി.